ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു പച്ചടി ഉണ്ടാക്കുന്നത്, ഒരു പച്ചടിയല്ല, ഇന്ന് പച്ചടി ഉണ്ടാക്കാം. 3 പച്ചടി ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വെള്ളരിക്ക, ഇത് ബീട്രൂട്ട്, ഇത് മത്തങ്ങ. അതിന് വേണ്ടി ഞാൻ 3 പാത്രങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടേ. ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമല്ലേ പച്ചടി. അതിനകത്ത് ഇതിട്ട് കൊടുക്കാം. വെള്ളരിക്ക ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ചട്ടിയിലോട്ടെ, എല്ലാം ഒരുമിച്ചങ്ങ് വെക്കാനായിട്ട്. ഇതിനകത്തോട്ട് മത്തങ്ങ ഇട്ട് കൊടുക്കാം. എല്ലാം കഴുകി അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഇതിനകത്ത് ബീട്രൂട്ട് ഇട്ട് കൊടുക്കേ. ഇതിനകത്ത് ഓരോ സാധനങ്ങൾ ചേർക്കാം. ഈ ബീട്രൂട്ടിന് മാത്രം ഒന്നും ചേർക്കണ്ടേ. ബീട്രൂട്ട് വെള്ളം ഒഴിച്ച് വേവിക്കണം. ഇതെന്തുവാ ഇത്, പച്ചമുളക് ഈ വെള്ളരിക്കയിലോട്ട് 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കേ. അതുപോലെ മത്തങ്ങയിലും 2 പച്ചമുളക്, വെള്ളരിക്കയിലും പച്ചമുളക് ഇട്ട് കൊടുത്തേ. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പ്, ഇതിനകത്തും അതേപോലെ ഉപ്പ് വേണമെങ്കിൽ പിന്നെ നമുക്ക് ഇടാമല്ലോ. ഇനി വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഇനി വേവാനുള്ളതല്ലേ. നമുക്ക് അടുപ്പ് കത്തിച്ച് ഇങ്ങോട്ട് വെക്കേ. ഇതിലും കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിനകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണേ. നമ്മൾ മത്തങ്ങ പച്ചടിക്ക് വേണ്ടിയിട്ട് മാത്രമേ മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുള്ളേ. വേവാനുള്ള വെള്ളം ഇത്രയും മതി. കാര്യം പച്ചടിയല്ലേ. ഇടപ്പി വെക്കാം. ഗ്യാസ് കത്തിക്കാം. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം. ബീട്രൂട്ടേ ഇവിടെ വെച്ച് കൊടുക്കാം. ഒരു ഇത്തിരി ഉപ്പും അതിനകത്തിടാം. ഇത് അടുപ്പ് കത്തിക്കാം. ഇങ്ങോട്ട് മാറ്റാം. ഇതെല്ലാം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ വേവുന്ന നേരം കൊണ്ട് നമുക്കിതിൻ്റെയൊക്കെ അരപ്പ് റെഡിയാക്കാം. നമ്മുടെ ഈ 3 പച്ചടിയുടെയും പച്ചക്കറി വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പുണ്ടാക്കാനായിട്ട് 1.5 മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടേ, ചിരുകി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആദ്യം നമുക്ക് വെള്ളരിക്ക പച്ചടി, അത് വെള്ളപ്പച്ചടിയല്ലേ, അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ ഞാൻ 1 മുറി തേങ്ങ, ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയെ, ഇതിനകത്ത് കടുക് ഇടണം. ഇതൊന്ന് അരച്ച് ഒരു നല്ല മഷി പോലെ അരയണം. അതൊരു 1/4 അരഞ്ഞ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കടുക് ഇട്ട് കൊടുക്കല്ലേ, കടുക് അരഞ്ഞു പോകും. കടുക് ചതഞ്ഞാൽ മതി. അതുകൊണ്ട് കടുക് ഞാൻ ഇപ്പോൾ ഇടുന്നില്ല.
ഇതിനകത്ത് ഒരു വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ ഇടുന്നില്ല, കാര്യം പച്ചമുളക് ഇതിനകത്ത് അരിഞ്ഞായിട്ട് ഇത് നല്ലതുപോലെ അരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഉപയോഗിക്കുന്നില്ല, തൈര് തന്നെ, ഇതിന് ചേർക്കാനുള്ള തൈര് തന്നെ ഒഴിച്ചരയ്ക്കേ. കട്ട തൈരാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇത് ഞാൻ നരച്ചുകൊണ്ട് കേട്ടെ, മഷി പോലെ നരച്ചുകൊണ്ട്. നമ്മുടെ ഈ മത്തങ്ങയില്ലേ, ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്ത മത്തങ്ങ, ഇത് 2-3 തിള തിളച്ചേ. ഇനി ഇതിനകത്ത് ഒരു വലിയ തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കേ. കാര്യം ഇതിന് ഉപയോഗിക്കുന്ന തവികളെല്ലാം സെപ്പറേറ്റ് തവികളായിരിക്കണം, അല്ലെങ്കിൽ കളറ് പലതും വെള്ളയിൽ ഒക്കെ കളറ് പിടിക്കും. ഈ ബീട്രൂട്ടിൻ്റെ കളറും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. അതുകൊണ്ട് ഇത് ഇങ്ങനെ നടന്ന് ഒന്ന് വേകട്ടെ. ഈ നല്ല അരച്ചുകൊണ്ട് വന്ന ഈ അരപ്പില്ലേ, അതിനകത്ത് ഒരു 3/4 ടീസ്പൂൺ കടുകിട്ട്, 3/4 വേണ്ട, 1/2 ടീസ്പൂൺ വരെ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് തൈരും കൂടെ, ഈ പച്ചടിക്ക് ആവശ്യമുള്ള തൈരും കൂടെ ഞാൻ അതിനകത്ത് ഒഴിക്കേ. ഇനി ഇതൊന്ന് ഈ പിന്നെ കടുക് ചതയുന്നത് വരെ ഒന്ന് അരച്ച്, നമ്മളെ വെള്ളപ്പച്ചടിക്കുള്ള വെള്ളരിക്ക പച്ചടിയില്ലേ, അതിൻ്റെ അരപ്പ് റെഡിയായി. അതിവിടെ ഇരിക്കട്ടെ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മത്തങ്ങയുടെ പച്ചടി അരയ്ക്കേ. അത് ഒരു മുറി തേങ്ങ എടുത്ത് ഇതിനകത്ത് അര ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുത്ത്, ഇതിനകത്ത് 3 സാമ്പാർ ഉള്ളി അതിട്ട് കൊടുത്ത്, ഇതൊന്ന് കുറച്ച്, ഇതിനകത്ത് വെള്ളം ഒഴിക്കണ്ട, ഒന്നിലും വെള്ളം ഒഴിച്ചരയ്ക്കണ്ട, കാര്യം നമുക്ക് തൈര് ചേർക്കണ്ടതാണ്, അന്നേരം വെള്ളമായി കൂടുതലായി പോകണ്ട. ഇതിനകത്തും തൈര് ഒഴിച്ച് അരയ്ക്കാം. ഇതൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. നമുക്ക് ഇതിനകത്ത് ഇപ്പം ഞാൻ മത്തങ്ങയുടെ അരച്ചുകൊണ്ട് വന്നേക്കേ. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. കുറച്ച് തൈര് ഇതുപോലെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കേ. ഇതിനാവശ്യമുള്ള തൈര് മത്തങ്ങയ്ക്ക്. ഇതൊന്ന് അരയ്ക്കും. വേണ്ട, വെള്ളപ്പച്ചടിയുടെ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് മത്തങ്ങ പച്ചടിയുടെ അത് ഇവിടെ ഒഴിക്കാം. നമ്മൾ പച്ചടിയൊക്കെ തുറന്നു നോക്കേ. ഞാൻ ബീട്രൂട്ട് പ്രശ്നമില്ല, വെള്ളത്തിൽ നിന്ന് നമുക്ക് എടുക്കാം. അത് അരയ്ക്കാനുള്ളത് അതാണ്ടേ നോക്കണം. ഇരുന്നേ, ബീട്രൂട്ട് അണക്കേ. ഇനി ഇതൊക്കെ തണുക്കണം. ഇനി ഇത് ഞാൻ കൈ കഴുകിയിട്ട് വന്നിട്ട് മറ്റേതൊക്കെ നോക്കാം. നമ്മൾ വെള്ളരിക്കാൻ നോക്കാം. വെള്ളരിക്കയുടെ വെള്ളമെല്ലാം നല്ല പറ്റി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് കിടക്കട്ടെ, ഈ വെള്ളം കംപ്ലീറ്റ് പറ്റട്ടെ. ഇനി മത്തങ്ങയുടെയും വെള്ളമെല്ലാം നല്ല പറ്റി നല്ല വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ആ ഗ്രേറ്റ് ചെയ്ത് കൊടുത്തോണ്ടാണ്. മത്തങ്ങ കഷ്ണമായിട്ടും വേവിക്കാം, പിന്നെ അത് നമ്മൾ ഉടയ്ക്കാൻ നിൽക്കണം. ഇതാകുമ്പം ഗ്രേറ്റ് ചെയ്ത് കൊടുത്തോണ്ട് നല്ല വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയും അത് നല്ല പറ്റണം, വെള്ളം നല്ല വറ്റി വരണം. കാര്യം ഈ അരപ്പല്ലേ നമ്മൾ അതിനകത്ത് ഒഴിക്കാൻ പോകുന്നത്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ നടന്നൊന്ന് പറ്റട്ടെ. നമ്മുടെ ഈ ബീട്രൂട്ടിൻ്റെ കഷ്ണം ഈ വെള്ളത്തിൽ നിന്ന് വെള്ളമില്ല പറ്റി ഇങ്ങോട്ടെടുത്ത് വെക്കാൻ. ഇതൊന്ന് തണുക്കട്ടെ. ഇതിൻ്റെയൊക്കെ വെള്ളം ഒന്ന് നോക്കാം.
അതും കൂടെ ഒന്ന് വരക്കണം. മത്തങ്ങ അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് അല്ല ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഒന്നുകൂടെ കിടക്കട്ടെ, 1 മിനിറ്റ് കൂടെ കിടക്കട്ടെ. വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. നമ്മുടെ മത്തങ്ങയൊക്കെ റെഡിയായേ. അതിൻ്റെ വെള്ളമെല്ലാം നല്ല വറ്റി അത് ഓഫാക്കി. ഇനി അടുത്തത് നമ്മുടെ വെള്ളരിക്ക നോക്കേ. അതിൻ്റെ വെള്ളമെല്ലാം നല്ല വറ്റി ഇതും അടച്ചില്ല. ഇനി ഇതൊക്കെ ഒന്ന് തണുക്കട്ടെ. തണുത്തിട്ട് വേണം ബാക്കി പരിപാടി. നമ്മൾ ഇതൊക്കെ ഒന്ന് തണുക്കട്ടെ. തണുക്കുന്ന നേരം കൊണ്ട് നമുക്കിനി ബീട്രൂട്ടിൻ്റെ അരയ്ക്കേ. ഇതിൻ്റെയൊക്കെ അരച്ച് വെച്ചേക്കുമല്ലേ. ഇനി ബീട്രൂട്ടിൻ്റെ ഇതുപോലെ തന്നെ. പക്ഷേ 3 അരപ്പാണ്. 3 രീതി അല്ല, ഒരുമിച്ച് അരയ്ക്കാൻ പറ്റില്ല. കാര്യം ഇതിനകത്ത് ഒന്നി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്, ഒന്നി ചുമന്നുള്ളി ചേർക്കുന്നുണ്ട്, ഒന്നി ഇത് രണ്ടും ചേർക്കുന്നുണ്ട്. ഇതിനകത്ത് പച്ചമുളക് ഇട്ട് കൊടുത്തില്ലല്ലോ. അതിന് 2 പച്ചമുളക്, ബീട്രൂട്ടിനകത്ത് പച്ചമുളക് ഇട്ടിട്ടില്ല, അതിന് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ടേ. അരയ്ക്കുന്നുണ്ട്. മറ്റേത് അരച്ചിട്ടില്ല, അരിഞ്ഞിട്ട് കൊടുത്ത്. ഇതിനകത്ത് ഒരു സാമ്പാർ ഉള്ളി, ഒരു ചെറിയ വെളുത്തുള്ളി, എന്നിട്ട് ഇതിനകത്ത് 1/2 ടീസ്പൂൺ ജീരകം, എന്നിട്ട് ഇതിനകത്ത് ഈ അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് ഒഴിക്കാം. ഇത് കട്ട തൈരാണേ. ഇത് ഒഴിച്ചൊന്ന് അരക്കിയെടുക്കാം. നമ്മൾ ഇതിനകത്തും 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ബാക്കി തൈരില്ലേ, ഇനി ഇത് ഒന്ന് ചതച്ചെടുക്കും. നമ്മൾ ബീട്രൂട്ട് പച്ചടിയുടെ അരപ്പ് റെഡിയായേ. ഇനി ഈ തണുത്ത ബീട്രൂട്ടില്ലേ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഈ അരപ്പിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഒന്ന് അരച്ചുകൊണ്ട് വരട്ടെ. നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇതിനകത്തോട്ട് ഒഴിക്കേ. ഇത് വടിച്ചൊഴിക്കുക. ഇതെല്ലാം വെള്ളം തൊട്ടിട്ടേ ഇല്ല, തൈര് കൊണ്ടാണ് അരച്ചേക്കുന്നത്. നമ്മുടെ ബീട്രൂട്ട് പച്ചടി അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ അരപ്പ് ചേർക്കാം. ഇത് മത്തങ്ങയുടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല മിക്സ് ചെയ്യണേ. 3 കളർ പച്ചടിയാണ്. ഇവിടെ തേങ്ങ നല്ല അരഞ്ഞിട്ടുണ്ട്. നല്ല വടുക, നല്ല മഷി പോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിനി എല്ലാം ഇതൊന്ന് കടുക് വറുത്ത് കൊടുക്കണേ. താളിച്ചിട്ട് കൊടുക്കണം. അതിന് ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ നല്ലപോലെ. ഇനി ഇത് താളിച്ച് ഒന്ന് ചൂടാക്കണം. ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. തിളയ്ക്കരുത്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത ഉപ്പേ ഉള്ളു. കഷ്ണം വേവിക്കാൻ നേരത്ത് പിന്നെ ഉപ്പിട്ടിട്ടില്ല, നോക്കിയിട്ടുമില്ല. നോക്കേ, അടുപ്പ് വെച്ചിട്ട്. ഇതൊരു 300-350 ഗ്രാം മത്തങ്ങ ഉണ്ടായിരുന്നു. ഇത് ഒരു 300 ഗ്രാം വെള്ളരിക്ക ഉണ്ടായിരുന്നു. ഇതൊരു 1/4 കിലോ 250 ഗ്രാം ബീട്രൂട്ടും ഉണ്ടായിരുന്നേ. മതി, ഇത് ഞാൻ ഇരിക്കട്ടെ. ഇനി ഇതിൻ്റെ അരപ്പ് ഇത് ഒഴിക്കാം. ഇനി ഇത് വെള്ളരിക്കയുടെ അരപ്പ് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇത് അരപ്പും തേങ്ങയും തൈരും കൂടാണേ. കണ്ടില്ലേ, കറക്റ്റ് പരുവായി. അല്ല തേങ്ങ വെള്ളം ഒഴിച്ച് അരച്ചിട്ട് പിന്നെ കൊണ്ടുവന്ന് ഇത് ഒഴിച്ച് തൈരും ഒക്കെ ചേർക്കുമ്പോൾ പിന്നെ അത് വെള്ളം പോലെ ആവും. ഇതിപ്പോൾ ഇലയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും.
ഇനി ഇതിങ്ങനെ ഇരിക്കട്ടെ. ഞാൻ തീ ഇപ്പം കത്തിക്കുന്നില്ല. താളിക്കാനുള്ളത് വെച്ചിട്ട് കത്തിക്കാം. ഞാൻ ഒരു ചട്ടി പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിക്കാം. എല്ലാത്തിനും കൂടെ ഒറ്റ താളിപ്പേ. 3-നും 3 അരപ്പാണേ. ഇനി ഇതൊന്നും ഞാൻ തീ കത്തിച്ചു കൊടുത്തിട്ടില്ല. എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതെല്ലാം ചൂടാക്കാൻ വെക്കാം. അല്ലെങ്കിൽ ചൂടായി കഴിഞ്ഞത് വെള്ളമായി പോവും, ചീത്തയായി പോവും. തീ അധികം കൂടരുത്. ചെറിയ ചൂട്, അരപ്പ് വേവാനുള്ള ചൂടേ ആവാവുള്ളൂ. ഇനി ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 എണ്ണത്തിനും കൂടെ വേണേ. മതി. ഇനി നമ്മൾ അടുപ്പുകളെല്ലാം കത്തിച്ചു കൊടുക്കാം. കറിയുടെ വെള്ളരിക്ക പച്ചടി അത് കത്തിച്ച് തീ കുറച്ച് വെക്കാം. തിളച്ച് പോകരുത്. ഇനി അത് കഴിഞ്ഞ് ബീട്രൂട്ട് പച്ചടി, അതും തീ കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി അത് കഴിഞ്ഞ് മത്തങ്ങ പച്ചടി, അതിൻ്റെ തീ കുറവാണ്. ഇനി ഇതെണ്ണ ചൂടാവട്ടെ. ചെറിയ തീയിലൊക്കെ ഇരിക്കട്ടെ. തിളക്കി കൊടുക്കണം, തിളയ്ക്കാതെ നോക്കണം. തിളക്കില്ല, ചെറിയ തീയല്ലേ. നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ടല്ലോ. ഈ എണ്ണ ചൂടായി. ഒരു 3-3.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. കടുകെല്ലാം പൊട്ടി വരുന്നു. അത് പച്ചടി, ബീട്രൂട്ട് പച്ചടിയുടെ എല്ലാം ചൂടായി. കടുകെല്ലാം പൊട്ടി. ഇതിനകത്ത് ഒരു 8 കൊല്ലമുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇതിനകത്ത് ഒരു 5-6 തണ്ട് കറിവേപ്പില അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് ഓരോന്നിനും കോരി ഒഴിച്ചു കൊടുക്കാം. ഇത് വെള്ളരിക്ക പച്ചടി, നമ്മുടെ ബീട്രൂട്ട് പച്ചടി, മത്തങ്ങ പച്ചടി, ഓരോരുത്തർക്ക് എത്ര മുളക് വെച്ചായെന്ന് എനിക്കറിയില്ല. ഇനി ബാക്കി നമ്മുടെ മത്തങ്ങ വെള്ളരിക്ക പച്ചടിയിൽ വെച്ച് കൊടുത്തേ. ഇതെല്ലാം ഗ്യാസ് എല്ലാം ഓഫാക്കുവേ. എല്ലാം ഓഫാക്കി. ഇത് ഞാൻ ഇപ്പോൾ ഇളക്കുന്നില്ല, എല്ലാം അടച്ചിട്ട് കൊടുത്തേ. ഇതെല്ലാം ഒന്ന് അടച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്കെടുക്കാം. അപ്പം നമ്മളെ പച്ചടികളൊക്കെ നോക്കേ. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞു. 3-4 അല്ല. നമുക്കിതെല്ലാം ഇളക്കി കൊടുക്കേ. നല്ല ടേസ്റ്റായി കറികൾക്കൊക്കെ. തൊട്ട് കൂട്ടാനല്ലേ, കറികളുടെ തൊട്ട് കൂട്ടുന്ന സദ്യയിൽ
തൊട്ട് കൂട്ടാൻ, നുള്ളി കൂട്ടാൻ, ഒഴിച്ചു കൂട്ടാൻ. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം. നമ്മൾ മത്തങ്ങ പച്ചടി നോക്കാം. ഇളക്കി കൊടുക്കുക. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു സദ്യയുടെ മണം. എണ്ണയൊക്കെ ഒന്ന് മിക്സ് ചെയ്യണം അതിനകത്ത്. മേളിക്കടുക്. നമ്മൾ വെള്ളരിക്ക പച്ചടിയല്ലേ. കണ്ടില്ലേ, നമ്മുടെ 3 പച്ചടി നിരന്നിരിക്കുന്നുണ്ടോ? വയലറ്റ് കളറ്, യെല്ലോ കളറ്, വൈറ്റ് കളറ്. നല്ല സ്വാദിഷ്ടമായ 3 പച്ചടിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ 3 കൂടെ ഇപ്പോൾ ഒരുമിച്ച് വീഡിയോയ്ക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈസി തന്നെ എടുക്കാനായിട്ട്. പെട്ടെന്ന് ഇടുന്നു. ഗ്രേറ്റ് ചെയ്താൽ മതി മത്തങ്ങ. ഇത് ബീട്രൂട്ട് കഷ്ണമാക്കിയാൽ മതി. ഒന്ന് വേവിച്ചെടുത്തിട്ട് ചതച്ചെടുക്കാം. അരച്ച് നമുക്ക് എടുക്കാം. അരയ്ക്കുന്നങ്ങ് തരിതരപ്പായിട്ട് അരയ്ക്കാവുള്ളേ. പിന്നെ വെള്ളരിക്ക പിന്നെ അരിയണം. കുഞ്ഞായിട്ട് അരിഞ്ഞ് തന്നെ എടുക്കണം. അപ്പം അരപ്പ് 3 3 ടൈപ്പ് അരപ്പാണ്, ഒരേ അരപ്പല്ല. അപ്പം ഓണത്തിൻ്റെ 3 വിഭവങ്ങളും കൂടെ റെഡിയായി. ഇനി അടുത്തതായിട്ട് അടുത്ത ദിവസം വരെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഈ അജി കിച്ചൻ്റെ വക ഏതെങ്കിലും ഐറ്റങ്ങളൊക്കെ നിങ്ങളുടെ ഓണത്തിൻ്റെ വിഭവങ്ങളിൽ ഉൾപ്പെടുത്തണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം